ഗൈസ്, വെൽക്കം ടു അശ്വിൻസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പോലൂർ അമ്പലത്തിൻ്റെ 7ാം ഭാഗം വീഡിയോ ആയിട്ടാണ്. ഇന്നത്തോടെ പരിപാടിയൊക്കെ തീരുകയാണ് കേട്ടോ. ഇന്ന് ഗാനമേളയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അത് മാത്രമേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് സോ നമുക്ക് കുറേ നേരം ഉണ്ട് കേട്ടോ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഉച്ചക്കത്തെ ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഇതൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇന്ന് സദ്യ ആണുള്ളത്. അതേപോലെ ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് എത്തിയിട്ടും കൂടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ അടുത്തുനിന്ന് എടുത്ത വീഡിയോ ആണിത്. കണ്ടോ, അപ്പുറത്തേക്കായി കുറേ പേര് നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇന്ന് ഗാനമേള ഉണ്ട്. ഗാനമേള വൈകുന്നേരം രാത്രിയാണ്, അതായത് 7 മണി ആ ടൈമിലാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ TV-യുടെ നറുക്കെടുപ്പ് 30-ാം തീയതി, അതായത് ഇന്നാണ്. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർക്കാ TV കിട്ടുന്ന, റേഡിയോ, അതേപോലെ CCTV ക്യാമറ, അത് 3 എണ്ണമാണല്ലേ. ആർക്കൊക്കെയാണെന്നുള്ളത് കൂടെ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നേരെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇന്ന് മാത്രമാണ് കേട്ടോ, ഇന്ന് കുറേ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പല കണ്ടോ, ഞാൻ എന്തൊക്കെയാ ഉള്ളതെന്ന് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പം നടക്കുന്ന കൊടിയിറക്കാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഗാനമേളയാണ് കേട്ടോ. ഗാനമേള നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്തായാലും ഗാനമേളേൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതേപോലെ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. പ്രാദേശിക കമ്മിറ്റി ഭാരവാഹി സുഹൃത്തുക്കളായ എല്ലാ സുമനസ്സുകളെയും നമ്മുടെ ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങിലേക്ക് സ്നേഹാദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെടിക്കെട്ടിലേക്ക് ഞാൻ വീഡിയോ ക്യാമറ തിരിച്ചപ്പോഴത്തേക്കും വെടിക്കെട്ട് കഴിഞ്ഞിരുന്നു. എന്തായാലും നോക്കുന്നതിനും ബാക്കി വീഡിയോസിലേക്ക് കാണാം. ഇപ്പോഴാണ് കേട്ടോ ശരിക്കും വെടിക്കെട്ട് വീഡിയോയിൽ കിട്ടിയത്. നേരത്തെ കിട്ടിയില്ലായിരുന്നു. താങ്ക് യു സർ. തീർച്ചയായിട്ടും ആഘോഷ കമ്മിറ്റിയുടെ മനോഹരമായ ഈ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങ് പ്രിയപ്പെട്ട പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹി സൗഹൃദങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളരെ മനോഹരമായി ഇവിടെ സമാപിച്ചു. ഇനി നമുക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാക്സ് മ്യൂസിക്കൽ ഇവന്റ്സ് ഒരുക്കുന്ന മെഗാ ഇവന്റ് 2024 ഈ വേദിയിൽ ആരംഭിക്കുകയായി. സ്വാമിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ഭക്തി സാന്ദ്രമായ നല്ല ഒരു ഗാനത്തിന് ശബ്ദം പകരാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ തന്റെ സ്വരമാധുര്യം അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരുപാട് കഴിവുകൾ നിറഞ്ഞ ഒരു അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് കൂടി ചുവടുവെച്ച കലാകാരൻ മിസ്റ്റർ വിപിൻ നാഥ്. അദ്ദേഹം തന്നെ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനെ കുറിച്ച് ഒരു മനോഹരമായ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രചനയും സംഗീതവും നിർവഹിച്ചത് വിപിൻ നാഥാണ്. വളരെ സ്നേഹാദരവോടെ ആദ്യ ഗാനത്തിന് ശബ്ദം പകരുവാൻ മാക്സ് മ്യൂസിക്കൽ ഇവന്റ്സിന്റെ ഈ ഒരു വേദിയിലേക്ക് ഹൃദയപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞ കൈയ്യടി സമ്മാനിക്കാം വിപിൻ നാഥ്. ഇന്നൊരുക്കുന്ന ഈ ഒരു മെഗാ മ്യൂസിക്കൽ നൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായ സ്വാഗതം അറിയിക്കുന്നു. കവിത്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം.
സുബ്രഹ്മണ്യദേവാ. വൃശ്ചികമാസത്തിൽ ഉത്സവനാളിൽ ഓരോ ക്ഷേത്രത്തിൽ മേളം. വൃശ്ചികമാസത്തിൽ ഉത്സവനാളിൽ ഓരോ ക്ഷേത്രത്തിൽ മേളം. ഭക്തരാം ഞങ്ങൾക്ക് ദർശനം നൽകും നിൻ തിരുസന്നിധിയിലല്ലോ ദേവാ. സുബ്രഹ്മണ്യ സ്വാമിയെ വൃശ്ചികമാസത്തിൽ ഉത്സവനാളിൽ ഓരോ ക്ഷേത്രത്തിൽ മേളം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചതിൽ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ പ്രതീക്ഷിക്കുകയാണ്. ചെറിയൊരു കൈയ്യടി തരും എല്ലാവരും ഉഷാറായിട്ട്. താങ്ക് യു ഫ്രണ്ട്സ്. അതേപോലെ ഞാൻ പാട്ടുകളൊക്കെ വളരെ കുറച്ച് മാത്രം ഇടുന്നതിൻ്റെ കാരണം ഒന്നെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു കൈയ്യടി തരൂ. പോട്ടൊന്ന് കൂയേ. അപ്പൊ കൂടത്തുള്ള കുട്ടികളുണ്ടോ? എവിടെ? റെഡിയാണോ? ഇത്ര പേര് വേറില്ലേ? വേറെ ആരില്ലേ? എവിടെ ഗൈസ്? Are you ready?
മാക്സിന്റെ പ്രിയ പാട്ടുകാരിക്ക് സ്നേഹ സ്വാഗതം. ഷബാന ഷാൻ വേദിയിലേക്ക് ഓൺ. താങ്ക് യു. ആരാണിത്? ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഓക്കെ, സന്തോഷം സ്നേഹമുള്ളവരെ. എങ്ങനെ കേശവാട് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഒരു സന്തോഷമാണ്. ഒരു കേശവാട് കൊടുക്കാൻ ഒരു ചേട്ടൻ വന്നു. ഒന്ന് കൈയടിച്ച് കൊടുക്കില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ അല്ലേ? നമ്മുടെ ജാനോ ഞാൻ പൈസ കൊടുക്കാണ്ട് ഇങ്ങനെ ഇരുന്നാട്ടാ. ചേട്ടന് കേശവാട് കൊടുക്കണം. ഒന്നും കൈയടിക്ക് പോയില്ല ഒരുമിച്ച്. താങ്ക് യു. കേശവാട് കൊടുത്തിട്ട് നമുക്ക് ആർക്കാണ് കേശവാട്? ഓക്കെ, ഇപ്പൊ പാടിയ ആൾക്ക് പെൺകുട്ടികൾ ഷബാനയ്ക്കാണ് വളരെ മനോഹരമായ റൈമിംഗ് സോങ് നിങ്ങൾക്ക് വേണ്ടി പാടിയ ഷബാന ഷാൻ. ഷബാന, കേശവാട് നമ്മുടെ സുഹൃത്ത്. ഓക്കെ, വെയിറ്റ് ചെയ്യാണ്. കൊടുത്തോ? സന്തോഷം. കയ്യല്ല, കേശവാട്. റെഡി? രണ്ടും ഓക്കെ, കൊടുത്തോ? റെഡി. ഇതൊരു എന്താ കണ്ട, വേറൊരു നോട്ടല്ല, ഒരു ആദരവാണ്. നല്ല കൈയ്യടി കൊടുത്തില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രിയമുള്ളവരെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് 7ാം ദിവസമായി ഇന്ന് പോലൂർ പ്രാദേശിക കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന മാക്സ് മ്യൂസിക്കൽ ഇവന്റ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് 2024. ഏവർക്കും കൃത്യമായ സ്വാഗതം. പാട്ട് കേശവാട് കൊടുത്ത് പാട്ട് പാടുക. നമുക്ക് കമ്മിറ്റിക്കാരോട് സലാമത്തോട് ചോദിക്കണ്ടേ? ഓക്കെ ഓക്കെ, 4 പേര് നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ അനുവാദം കൊടുത്തില്ല. പാടിക്കോട്ടെ 4 പേര് നമ്മുടെ പുള്ളി. ഒരു കൈയ്യടി കൊടുത്ത് എല്ലാവരും ഒരു 4 പേര്. ഏത് പാട്ടാ പാടുന്നത്? ഒരു പാട്ട് പാടട്ടെ? ഒരു കൈയ്യടി ഒരു സാറായിട്ട് പാടട്ടെ? അതുപോലെ എന്നിട്ടല്ലോ ഒന്നും കൂടി സാറായിട്ട് ഒന്നുകൂടെ ജോലിയായിട്ട് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണകാശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേല സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഇത് മണ്ഡലകാലമാണ്. ശരണമന്ത്രം വായുവിൽ പോലും ഉയർന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു മനോഹരമായ വേദിയിൽ, ഇത്രയും മഹത്തായ വേദിയിൽ നിങ്ങളുടെ ഇടയിൽ നിന്നും മദ്യപാനിയുടെ റോളിൽ, അറിയാലോ, കുടിയുടെ റോളിലൊക്കെ കടന്നു വന്ന ഒരു കലാകാരൻ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരു തുള്ളി പോലും കഴിക്കാത്തൊരു പ്രത്യേകിച്ച് സ്വാമി ശരണം സ്വാമിയാണ്. പേര് പറയണ്ടേ? അനിൽലാൽ കലാഭവൻ ആർട്ടിസ്റ്റാണ്. ഒരു വലിയ കൈ കൊടുക്കുന്നത് എല്ലാവരും ചേർന്ന്. ഇത്രയും പോരാ, നാടൻ പാട്ടിൻ്റെ കഴുത്തുവഴി നമ്മുടെ മനസ്സിൽ ഇന്നും നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാലക്കുടി സ്വന്തം ശ്രീ കലാഭവൻ മണി, അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ഈ ഗാനം ഞങ്ങൾ മാക്സ് മ്യൂസിക്കൽ ഇവന്റ്സിലൂടെ സമർപ്പിക്കും. താങ്ക് യു അനിൽ, വീണ്ടും വരണം. ഓക്കെ, റെഡി? 20 റിയാലിറ്റി ഷോ ഫ്ലോറിൽ
തൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ച പ്രിയ പാട്ടുകാരിക്ക് സ്നേഹ സ്വാഗതം. ഇതിലേക്ക് അശ്വതി രമേശ്. വിജയ് സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കണോ? ഒന്ന് വിജയ് ചെയ്യണം, ഒന്ന് കൈയടിക്കോ. ചെറിയൊരു ശ്രമമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മക്കളെ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ സ്വന്തം എളി ദളപതി വിജയ് ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും. ഇനി ഫ്ലവേഴ്സിന്റെ ആ ഒരു ഫ്ലോറിൽ ഇത് ഐറ്റം വേറെയാണെന്ന ഫ്ലോറിൽ ചെയ്യാനുള്ളൊരു സംഭവമാണ്. നിങ്ങളുടെ കൈയിടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കൊരു ഉഷാറാവും. ഒന്ന് കൈയടിച്ചല്ലോ. എറടി സ്വന്തം അദ്ദേഹം ലൈവായിട്ട് വേദിയിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ പോലൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഉത്സവ പെരുമയ്ക്ക് മാറ്റി കൂട്ടുവാൻ വേണ്ടി നമ്മുടെ സ്വന്തം വിജയ്. நெஞ்சுக்குள் குடியிருக்கும் என்ன உங்களோட ஊரு? போலூர். இல்ல ஜோரா கை தட்டுங்க. எல்லாருமே ஜோரா கை தட்டி ஆசீர்வாதம் பண்ணுங்க. எல்லாரும் ஜோரா அப்படி சொன்னாலும் உங்களோட இதயத்தை தொட்டு நேசித்த பாட்டோ அப்படி பாடலுக்கு பிறகு நீங்கள் ஆட்டோ பாட்டோ இல்லாம பார்த்தது ரொம்ப 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 எங்க போயிட்டாங்க. நீங்க உங்களோட பசங்க எங்க இருக்காங்க? நல்லா எல்லாருமே ஜோரா கை தட்டி ஆசீர்வாதம் பண்ணனா எப்படி அப்படி. தேங்க்யூ தேங்க்யூ தேங்க்யூ. വൈക്കം വിജയലക്ഷ്മി പാടി മനോഹരമാക്കി ചേർത്ത അങ്ങുവാന കോണിലെ പാട്ടുമായിട്ട് നമുക്ക് അശ്വതിയെ സ്വാഗതം. ആമ കുഞ്ഞനോ ആമ
ഇവൻ്റെ നറുക്കെടുപ്പ് വൈകിട്ട് പ്രോഗ്രാമിൻ്റെ ഇടയിൽ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിലാണ്. കറക്റ്റ് ടൈം അറിയില്ല, എപ്പോഴെങ്കിലും അതിന് എന്താണ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ടുള്ള നറുക്കെടുപ്പ് വീതിയിൽ നടക്കുന്നു. ഒരു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കുടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് MD മാർക്കറ്റിംഗ് ഗ്രൂപ്പ് പറമ്പിലുമായി സംയുക്തമായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതി ഇതുവരെ നറുക്കെടുത്ത സമ്മാന കൂപ്പൺ കൈപ്പറ്റിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള നറുക്കെടുപ്പാണ് വേദിയിൽ നടക്കാനിരിക്കുന്നത്. 3 സമ്മാനം ഞാൻ അനൗൺസ് ചെയ്യുന്നു. ഒന്ന് മനോഹരമായ 32 ഇഞ്ച് സ്മാർട്ട് TV, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 3 MP വൈഫൈ ക്യാമറ ആൻഡ് മനോഹരമായ റേഡിയോ 3ാം സമ്മാനം. ഇതിനു വേണ്ടി നമ്മുടെ സമ്മാന കൂപ്പണുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഭാരവാഹി സുഹൃത്തുക്കളെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുകയാണ്. MD മാർക്കറ്റിംഗ് ഗ്രൂപ്പ് പറമ്പിൽ ആൻഡ് ടീം വേദിയിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം. ആരാണ് സമ്മാന വിജയെന്ന് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. മൂന്നാം സമ്മാനത്തെ വിജയി ദിനില കെ. നമ്മുടെ 3ാം സമ്മാനത്തിന് അർഹയായ ദിനില ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവര് MD മാർക്കറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രൊപ്പറേറ്റർ സതീഷ് സാറിൽ നിന്ന് സമ്മാനം കൈപ്പറ്റുന്നു. നല്ലൊരു കൈയടി. രണ്ടാം സമ്മാനത്തിന് അർഹമായ വിജയി അശ്വിക, സീരിയൽ നമ്പർ 15. ഒന്നാം സമ്മാനത്തിന്റെ ജേതാവ് റിജി, സ്മാർട്ട് TV 32 ഇഞ്ച് സ്മാർട്ട് TV കരസ്ഥമാക്കിയ റിജി, സീരിയൽ നമ്പർ 1830. നറുക്കെടുത്ത 1ാം സമ്മാനമായ 32 ഇഞ്ച് സ്മാർട്ട് TVയുടെ സമ്മാന വിജയിയുടെ നല്ലൊരു കൈയ്യടി കൊടുക്കും. റിജോസ് തെളിവ് സഹിതം സംഘാടകരെ ഈ ഒരു സമ്മാനം കൈമാറുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഏറ്റവും വലിയ ലക്കാണ് ഇവിടെ. 32 മനോഹരമായ നോൺ സ്റ്റോപ്പ് സോൺ. താങ്ക് യു.
ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.